ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചത്. എൻ്റെ അമ്മയുടെ നാട് അങ്ങ് തമിഴ്നാട്ടിലാണ്, ഈറോഡ്. അവിടെ നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്ത് കുടിയേറി പാർത്തവരാണ്. അപ്പൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എൻ്റെ അപ്പന് ടെലികമ്മ്യൂണിക്കേഷനിലായിരുന്നു ജോലി, PND ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയും. അങ്ങനെയാണ് ഞങ്ങളിവിടെ കുടിയേറി പാർത്തത്. ഞങ്ങളുടെ ദേശത്ത് സുവിശേഷം പറയാൻ വരുന്ന ദൈവദാസന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യും? ആക്രമിക്കും. എനിക്ക് അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ വരുന്നവനെ അടിക്കുക. കാരണം അങ്ങനെയുള്ളവർ എൻ്റെ ദേശത്ത് സുവിശേഷം പറയാൻ വരാൻ പാടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് കാരണം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഒരു RSSൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഹിന്ദുത്വം എൻ്റെ അകത്ത് കയറി ബ്ലഡിൽ അലിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ദേശത്ത് സുവിശേഷം അറിയിക്കാൻ വരുന്നവർ ആര് വന്നാലും അവർ ഞങ്ങൾ ഓട്ടിക്കും, ഞങ്ങൾ അടിക്കും. അങ്ങനെ ഒരു സുവിശേഷ വിരോധിയായി പല ദൈവദാസന്മാരെ അടിക്കുകയും അതുപോലെ തന്നെ 3 പ്രാവശ്യം പച്ചയ്ക്ക് ഈ ബൈബിൾ കത്തിക്കുകയും ചെയ്തു. ഒരാമേൻ പറയണം. ഇതിൻ്റെ പുറകിൽ വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ദൈവം ഒരുവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി പകർന്നിട്ടുണ്ടെങ്കിൽ, അവൻ ഏത് പ്രതികൂലത്തിൽ കിടന്നാലും, ഏത് പ്രതിസന്ധിയിൽ കിടന്നാലും, ഏത് സാഹചര്യത്തിൽ വളർന്നാലും ദൈവത്തിൻ്റെ ടൈമിൽ ദൈവം അവനെ പൊക്കിയെടുക്കും. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ അത് പ്രതികരിച്ചെടുത്തോണം. പ്രൈസ് ദി ലോർഡ്. വെറും 10 മിനിറ്റ് എൻ്റെ മുമ്പിലുള്ള സമയത്തിനകത്ത് നിൽക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ സുവിശേഷ വിരോധിയായി 3 പ്രാവശ്യം കത്തിക്കുകയും അഭിഷിക്തന്മാരെ ഓട്ടിച്ചിട്ട് അടിക്കുകയും എൻ്റെ ദേശത്ത് ഏറ്റവും കൂടുതൽ വരുന്ന TPM വിശ്വാസികളാണ്. ആ TPM വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ. അവർ ആ ജുബയൊക്കെ ഇട്ട് അതെല്ലാം ഇട്ട് നേരെ വരുമ്പോഴത്തേക്ക് അവരെ കണ്ടം വഴി ഓട്ടിക്കും. ചിലപ്പോഴൊക്കെ ചള്ളക്കകത്ത് വീഴുന്ന സമയത്ത് ഈ കാലൊക്കെ അങ്ങ് പൊതയുമ്പം പറയും അടിക്കരുത്, ഇത് ഊരിക്കൊണ്ട് ഓടിക്കോട്ടെ എന്ന് പറയും. സ്തോത്രം. പിന്നത്തേൽ അവർ തന്നെ എൻ്റെ സ്പിരിച്വൽ മെൻറ്റേഴ്സായി മാറുവാൻ എനിക്ക് ദൈവം കൃപ ഒരുക്കി. സ്തോത്രം. കാരണം ഇന്ന് ട്രിവാൻഡ്രത്തെ TPM സെൻട്രൽ പാസ്റ്റർ ആയിരിക്കുന്ന തോമസ് മാത്യു, അദ്ദേഹം എൻ്റെ ഒരു സ്പിരിച്വൽ മെൻറ്ററാണ്. ദൈവത്തിൻ്റെ കൃപയാൽ പിന്നത്തതിൽ ഞാൻ ദൈവത്തെ അറിയുവാൻ കാരണമായി തീർന്നു. കാരണം അങ്ങനെ ഒരു മീറ്റിംഗ് ഇല്ലാതാക്കാൻ പോയതാണ്, ഒരു മീറ്റിംഗ് തകർക്കാൻ പോയതാണ്. കാരണം ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുകയും മ്ലേച്ഛത നീതികേട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ നല്ല പ്രായത്തിൽ എനിക്ക് ജോലി കിട്ടി. എൻ്റെ അപ്പൻ മരിച്ചുപോയി. ആ കമ്പാഷൻ്റെ ഗ്രൗണ്ടിൽ എനിക്ക് BSNL ജോലി കിട്ടി. എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് ജോലി ലഭിച്ചു. കയ്യിൽ ധാരാളമായ പണം, ഒത്തിരി കൂട്ടുകാർ, മദ്യപാനം, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായി ഞാൻ തന്നെയാണ് എൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നത്. എൻ്റെ ദേശത്ത് പല വിധത്തിലുള്ള ബിസിനസ്സുകൾ എനിക്കുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ തന്നെയാണ് പിരിക്കുന്നത്. എൻ്റെ ദേശത്ത് ചന്ത ലേലം വിളിച്ചെടുക്കുന്നത് ഞാനാണ്. കാരണം ചന്തയ്ക്കകത്ത് ആരെന്ത് കൊണ്ടുവരണം, ഞാനാണ് ഗുണ്ടാ പരിപാടി നടത്തുന്നത്. എന്നെ അടിച്ചിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, ഇന്നും പറ്റത്തില്ല. സ്തോത്രം. ദൈവത്തിന് മൊത്തം. കാരണം അന്നും അങ്ങനെയായിരുന്നു, ഇന്നും. കാരണം ഞാൻ ആർക്കും വഴങ്ങി കൊടുക്കാത്തവനായിരുന്നു. പക്ഷേ ഒരു ദിവസം ദൈവം എന്നെ ചാട്ടൂളി പോലെ പിടിച്ചെടുത്തു. കാരണം വലയിൽ കുടുങ്ങാത്തവരെന്ത് ചെയ്യും? ചൂണ്ടയ്ക്ക് പിടിച്ചെടുക്കും. ഒരു മീറ്റിംഗ് കലക്കാനായി പോയ സ്ഥലത്ത് വെച്ച് ദൈവം എന്നെ തൊട്ടു. ഹീബ്രു 13ന്റെ 8ാം വാക്യം. ആ വാക്യം ഇതാണ്: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ആ വാക്യം എൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം. അന്ന് പ്രസംഗിച്ച ദൈവദാസൻ പറഞ്ഞു, ഇവിടെ ഒരുത്തൻ വന്നിട്ടുണ്ട്, അവൻ്റെ പേരിന്നതാണ്, അവൻ്റെ അപ്പൻ്റെ പേരിന്നതാണ്, അവൻ സുവിശേഷകന്മാരെ അടിക്കുന്നവനാണ്, അവൻ ഈ ദേശത്ത് ഭയങ്കരമായ അതിക്രമം നടത്തുന്നവനാണ്. ഇന്ന് രാത്രി അവനെ പരിശുദ്ധമായി തൊടുകയാണ്. ഹല്ലേലൂയ. അന്ന് രാത്രി എന്നെ തൊടുമ്പോൾ എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കളും ആ കൺവെൻഷനിൽ ഞാൻ അറിയാതെ വന്ന് ഒളിച്ചിരിക്കുക. സ്വത്രം. കാരണം ഞാൻ രാത്രി മദ്യപിച്ച് 11-12 മണിക്ക് എത്തത്തുള്ളൂ. വീട്ടിനടുത്തുള്ള കൺവെൻഷൻ ആയതുകൊണ്ട് അപ്പൻ വരുന്നതിന് മുമ്പേ നമുക്ക് വചനം കേട്ട് വീട്ടിൽ കയറാം. പക്ഷെ പേര് വിളിച്ചപ്പോൾ ഞാൻ മതോമത്തനായി ലക്ക് കെട്ട് ഞാൻ ഈ ദൈവദാസിന്റെ അടുക്കൽ വരുമ്പോൾ എൻ്റെ മകൻ അറിയാതെ ഓടി വന്ന് അച്ഛാ, അമ്മയുടെ നെഞ്ചിടിക്കുകയാണ്. മകൻ അച്ഛാന്ന് വിളിച്ചു കഴിഞ്ഞു. എന്ത് സംഭവിക്കുന്നു അറിയത്തില്ല. എൻ്റെ ഭാര്യ ഡെയിലി അടിക്കും. വീട്ടിനകത്ത് ഡെയിലി എൻ്റെ ഭാര്യ ഇങ്ങനെ അടിക്കും, മക്കളെ അടിക്കും. മക്കൾ എന്നെ കാണുമ്പോൾ കട്ടിലിനടിയിലാണ് വിളിക്കുന്നത്. സ്വന്തം അപ്പനെ കാണുമ്പോൾ മക്കൾ പേടിക്കും. സ്തോത്രം. ഇന്ന് പകലിൽ ഞാൻ പറയാ, മക്കൾ അപ്പനെ കണ്ട് അമ്മയെ കണ്ട് പേടിക്കരുത്. എൻ്റെ അജ്ഞാന കാലത്ത് നടന്ന കാര്യമാ. എൻ്റെ മക്കൾ എൻ്റെ മുമ്പിൽ വരത്തില്ല, എൻ്റെ ഭാര്യ വിറയ്ക്കും. അന്ന് ആ ദൈവദാസൻ വിളിച്ചു നിർത്തുമ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ മകൻ്റെ ലെഫ്റ്റ് കിഡ്നിക്ക് ഒരു കുഴപ്പമുണ്ട്, അവൻ്റെ കൈ പൊങ്ങത്തില്ല. 1 മിനിറ്റ് ഇരുന്ന് അവൻ്റെ കൈ തളർന്നു പോകും. ജനിച്ചത്തെ ലെഫ്റ്റ് അബ്ഡോമിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ സ്പോട്ടിൽ വെച്ച് ദൈവം എൻ്റെ മകന് സൗഖ്യം കൊടുത്തു.
ഈ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനെന്നത് എത്ര സത്യം. ഒന്ന് കരമടിച്ച് ഹല്ലേലൂയ. അന്ന് പൊതു സ്ഥലത്ത് വെച്ച് എൻ്റെ ഭാര്യയും 2 മക്കളും ഞങ്ങൾ ഒഴിഞ്ഞ കൈയുമായി അവിടെ വിമർശനായി നിന്നു. ഞാൻ മദ്യപിച്ച് ലെക്ക് കെട്ട് നിൽക്കുന്നവനാ. ഞങ്ങളുടെ കയ്യിൽ ബൈബിളിൽ ഒന്നുമില്ല. പക്ഷേ അവിടെ വെച്ച് യേശു എൻ്റെ കുടുംബത്തെ തൊട്ടു. ചില കൺവെൻഷൻ നടക്കുന്നതേ ചിലതിനെ പിടിക്കാനാണ്. അന്ന് ആ കൺവെൻഷന്റെ പേര് ബഥേൽ ഐക്യ കൺവെൻഷൻ. അതിനുശേഷം 18 വർഷം അവർ നടത്തുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ടിനു ജോർജ് മാസ്റ്റർ പ്രസംഗിച്ചത്. പക്ഷെ എന്നെ പോലെ ഒരു പ്രൊഡക്റ്റ് പിന്നെ കിട്ടിയിട്ടില്ല. സ്വത്രം സ്വത്രം. എടാ, രക്ഷിക്കപ്പെട്ടാൽ സ്നാനപ്പെട്ടാൽ നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന് നിന്നെ കണ്ടാൽ അറിയാൻ പറ്റും. പണ്ട് പറയില്ലേ, ഉണ്ണിയെ കണ്ടാലേ ഊരിലെ പഞ്ഞം. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് കയറുമ്പോൾ അറിയാം നീ ആരാണെന്ന്. നിന്റെ മുഖം നോക്കി അറിയാം നീ ആരാണെന്ന്. നിന്റെ വാ തുറക്കുമ്പോൾ അറിയാം നീ ആരാണെന്ന്. നീ ദൈവ പൈതലാണോ അത് സാത്താന്റെ ഏജന്റ് ആണോ എന്ന്. ഹല്ലേലൂയ. നന്മ ചെയ്യുന്നവൻ ദൈവം അറിയുന്നു, തിന്മ ചെയ്യുന്നവനെ ദൈവം കണ്ടിട്ടില്ല. ഈ ബൈബിള് 3 പ്രാവശ്യം കത്തിച്ചവനാ. എനിക്ക് ഇതിന്റെ ABCD ഒന്നും അറിയില്ല. പാസ്റ്റർ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പാസ്റ്ററിന്റെ ടെസ്റ്റ് മണി ഞാൻ കേൾക്കുകയാണ്. ബഥേലിന്റെ എല്ലാ മെസ്സേജും വീട്ടിൽ നിന്ന് കേൾക്കുക. അഭിഷിക്തന്റെ മെസ്സേജ് എനിക്കൊരു ചാർജാണ്. ഞാൻ BSNL മറ്റേ മൊബൈൽ ചാർജ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ചില ചാർജിങ് കിട്ടുന്ന ഇവർ പോലും അറിയുന്നില്ല. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പ്രസംഗിക്കുന്നു. പക്ഷെ ഞങ്ങളെപ്പോലത്തെ കുറച്ച് പേരൊക്കെ ചാർജ് ചെയ്യുന്നവരാ. അവരറിയുന്നില്ല ചാർജ് ചെയ്യുന്നത്. അവരറിയാതെ അവരുടെ സിം നമ്മുടെ കയ്യിൽ ഇരിക്കുക. അവർ ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ബൂസ്റ്റ് ആകുകയാണ്. ഹല്ലേലൂയ. എഴുതാമോ? ഹല്ലേലൂയ. യേശു തൊട്ട സമയം മുതൽ 22/10/2007 ഹല്ലേലൂയ ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എൻ്റെ ഭാര്യയും ഞാനും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. എനിക്ക് എൻ്റെ അപ്പൻ്റെ ജോലി, ഭാര്യ സെക്രട്ടറിയിലെ ഒരു സെക്ഷൻ ഓഫീസറായിരുന്നു. ഹല്ലേലൂയ. 2 മക്കൾ. ഹല്ലേലൂയ. കുടുംബം തകർന്ന് തരിപ്പണമായി ഇരുട്ട് ബാധിച്ച് ഇനി മുൻപോട്ടൊരു യാത്രയില്ല. കുടുംബക്കാർ, ചാർച്ചക്കാർ, ബന്ധുക്കളും സുഹൃത്തുക്കളും സകലം ഈ വേദപുസ്തകം എടുത്തുകൊണ്ട് വിട്ടുകളഞ്ഞു. സുവിശേഷം പറഞ്ഞുകൊണ്ട് എൻ്റെ അനുജൻ ആദ്യം വന്ന് നെഞ്ചിലൊരു ചവിട്ട്. എൻ്റെ അനുജൻ വന്ന് നെഞ്ചിൽ ഒറ്റ ചവിട്ടാ ചവിട്ടിയത്. നിനക്ക് വരെ പണിയൊന്നുമില്ലെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഈ വിശ്വാസത്തിൽ പുറകിലോട്ട് പോലെ കഴുത്തറുത്തിട്ട് എടുത്തു വെച്ചിട്ട് ആമേൻ പറഞ്ഞ് മരിക്കും. ഹല്ലേലൂയ. തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ടല്ല വീട്ടിൽ നിന്ന് വന്നത്. ഇവിടെ വെച്ച് ഒടുങ്ങേണ്ടി വന്നാലും വിളിച്ചു പറയും യേശു മാത്രമാണ് ദൈവം, യേശു മാത്രമാണ് ദൈവം. 148 കോടി ജനവും ദൈവസഭയ്ക്കെതിരെ നിന്നാലും ഞങ്ങൾ വിളിച്ചു പറയും യേശു മാത്രമാണ് ലോകത്തിന്റെ രക്ഷകൻ. ഹല്ലേലൂയ. വിളിച്ച നാൾ മുതൽ എൻ്റെ വിളി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പ് എന്തെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ജോലിക്ക് പോകും, വൈകുന്നേരം ടെസ്റ്റ് മണി പറയാൻ പോകും. കവലകൾ തോറും തിരുവനന്തപുരത്തുള്ള എല്ലാ കവലകളിലും ഞാൻ പരസ്യയോഗത്തിൽ പ്രസംഗിക്കും. വൈകുന്നേരം എൻ്റെ 2 മക്കളെയും കൊണ്ട് ഒരു ആക്റ്റീവ സ്കൂട്ടറുണ്ട്, അതിനകത്ത് ഇരുത്തി പിള്ളേരെയും കൊണ്ട് എൻ്റെ ഭാര്യയും കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യും? ഹല്ലേലൂയ. സുവിശേഷം പ്രസംഗിക്കാൻ പോകും. ഞാൻ അറിഞ്ഞ സത്യത്തെ വിളിച്ചു പറയും. ഹല്ലേലൂയ. അത് മരിക്കുവോളം വിളിച്ചു പറയും. ഈ കഴിഞ്ഞ ദിവസം 52 വയസ്സ് കഴിഞ്ഞ് 53 വയസ്സ് തുടങ്ങി. ഹല്ലേലൂയ. 18 വർഷം യേശുവിനെ അറിഞ്ഞിട്ടാ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല. എൻ്റെ ഭാര്യയെ സെക്രട്ടറി കൊണ്ടുവിടും. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓഫീസിൽ പോകത്തില്ല. ഒരു പൊതി ചോറും കൊണ്ട് ഇതുപോലത്തെ 21 ദിവസത്തെ ഉപവാസം നടക്കുന്ന സഭകളിൽ ചെന്നിരിക്കും. ഏതെങ്കിലും സൈഡിൽ നിന്ന് ആഹാരം കഴിക്കും. 1 മാസം കഴിഞ്ഞ് ഓഫീസർമാർ വീട്ടിൽ വന്നു, അനിൽ സാർ ഓഫീസിൽ വരുന്നില്ലെന്ന്. എൻ്റെ ഭാര്യയെ ചോദിച്ചു, നിങ്ങൾ എവിടെ പോകുന്നു? എന്നെ കൊണ്ട് ഓഫീസിൽ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഏതൊരു പെണ്ണിന് സംശയം തോന്നും. ഞാൻ പറയും എനിക്ക് ഓഫീസിൽ പോകാൻ തോന്നുന്നില്ല. എന്താ? എനിക്ക് വചനം കേൾക്കണം, എൻ്റെ വിളിയിലേക്ക് എനിക്ക് തിരിയണം. എൻ്റെ മക്കളോട്, എൻ്റെ ഭാര്യയോട് ഞാൻ കാര്യം ഷെയർ ചെയ്തു. 2020 ഹല്ലേലൂയ. ഒരു ദിവസം രാത്രിയിൽ ജനുവരി മാസം ഞാൻ ദൈവത്തോട് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എനിക്കൊരു ഒരു അടയാളം കാണണം. അന്ന് രാത്രി 12:45 പ്രാർത്ഥിച്ചിട്ട് ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ കായംകുളം ബി മോനച്ചൻ പാസ്റ്റർ കായംകുളം അദ്ദേഹത്തിൻ്റെ മെസ്സേജ്, ദൈവത്തിനു വേണ്ടി ജോലി റിസൈൻ ചെയ്ത് പ്രവർത്തി ചെയ്യുന്ന ഈ ലോകത്ത് ഒറ്റ ദൈവം യേശുക്രിസ്തു മാത്രമാണ്. അന്ന് രാത്രി ഞാൻ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ പിറ്റേ ദിവസം പൂവാറിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി വരുന്നത് ഹൈവേ വഴിയാണ്. പാസ്റ്ററിന് അറിയാം, കോവളം ബൈപ്പാസും അനന്തപുരി ഹോസ്പിറ്റലുണ്ട്. അനന്തപുരി ഹോസ്പിറ്റലിന്റെ ആ ക്യാൻറ്റീനകത്ത് വെച്ച് എൻ്റെ റിസൈൻ ലെറ്റർ, ഞാൻ രാജിവെക്കാൻ VRS എടുക്കുന്ന ലെറ്റർ പാസ്റ്റർ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ബി മോനച്ചൻ മരിച്ചിട്ടില്ല, ഇന്നും ജീവനോടിരിക്കുന്ന. ഹല്ലേലൂയ. അദ്ദേഹം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, നിന്റെ ഇഷ്ടം പോലെ തന്നെ സംഭവിക്കട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഏകദേശം 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു നല്ല ജോലി ഉപേക്ഷിക്കുമ്പോൾ പലരും വിചാരിക്കുന്നതെന്ന്. എല്ലാവരും ഉപേക്ഷിക്കരുത്. ജോലിയുള്ളവരാരും ചാടി ഇറങ്ങി. ഇതിനകത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. ഇത് ഇരുവാത്തര മൂർച്ചയുള്ള ആയുധമാണ്. അല്ല ചുമ്മാ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങിയിട്ട് അയ്യോ അമ്മ എന്നൊന്നും പറയരുത്.
ഹല്ലേലൂയ. ഇതിനകത്ത് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണം. 1.5 ലക്ഷം രൂപ ജോലി. ആ അനന്തപുരി ഹോസ്പിറ്റലിന്റെ ആ ചെറിയ ഒരു ക്യാൻറ്റീനകത്ത് വെച്ച് 2 ജ്യൂസ് മേടിച്ചിട്ട് അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഓഫീസർമാർ കൈ കൊടുക്കുമ്പോൾ പറഞ്ഞു, അനിൽ പാസ്റ്ററെ, എന്നെ വിളിക്കുന്നത് അങ്ങനെ എൻ്റെ ഓഫീസിനകത്ത് മൊത്തം, നീ വേണമെങ്കിൽ റിസൈൻ ചെയ്യണ്ട, സുവിശേഷം റിസൈൻ ചെയ്യും. ഞാൻ ഇല്ല, ഇവിടെ നിങ്ങൾക്കൊരു ബാധ്യതയാണ്, നിങ്ങൾക്ക് ബേർഡനാണ്, ഞാൻ നിങ്ങൾക്കൊരു തലവേദനയാണ്, ഇവിടെ വെച്ച് പരിപാടി തീർത്താം. അങ്ങനെ ജനുവരി മാസത്തിൽ ഞാൻ എന്ത് ചെയ്തു, ആ റിസൈൻ ലെറ്റർ കൊടുത്ത് 2020 ഫെബ്രുവരി മാസം 29-ാം തീയതി BSN സ്വമേധ റിട്ടയർമെന്റ് മേടിച്ചു. 5 മിനിറ്റ് കൊണ്ട് നിർത്താം. സ്തോത്രം. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ജോലി രാജിവെച്ച് വീട്ടിൽ വന്ന് 10 ദിവസം കഴിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു 7 ദിവസത്തെ മീറ്റിംഗ് എൻ്റെ ദേശത്ത് ഞാൻ വെക്കാൻ വേണ്ടി എല്ലാം സജ്ജീകരണം ചെയ്തു. മാർച്ച് മാസം 23-ാം തീയതി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് കൊറോണയുടെ ലോക്ക്ഡൗൺ അന്നുണ്ടായി. എൻ്റെ മീറ്റിംഗ് ഫ്ലോപ്പ് ആയില്ല കാര്യം. പലരും വിളിച്ചു പറഞ്ഞു, നിന്റെ തെരഞ്ഞെടുപ്പ്, നിന്റെ ഇതെല്ലാം തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് തെറ്റിയാലും എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് ഒന്നും തെറ്റത്തില്ല. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് തെറ്റിയാലും, നിങ്ങൾ റൂട്ട് മാറിപ്പോയാലും ദൈവം ആ റൂട്ടിൽ നിന്ന് നിങ്ങളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിനക്ക് മനുഷ്യർക്ക് തെറ്റും, മനുഷ്യരുടെ വാക്കുകൾ തെറ്റോ, പക്ഷെ ദൈവത്തിന്റെ വാക്ക് ഒരു കാലത്തും തെറ്റത്തില്ല. അവൻ മാറാത്തവനായി. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു തെറ്റിപ്പോയി, നീ റിസൈൻ ചെയ്ത് തെറ്റായി പോയി എന്ന് പറഞ്ഞു. കാരണം ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നാൽ അന്ന് 1.5 ലക്ഷം കിട്ടും. 1.5 വർഷം ലോക്ക്ഡൗൺ ആയിരുന്നു. വീട്ടിനകത്ത് എനിക്ക് ശമ്പളമില്ല. ഞാൻ ജോലി രാജിവെച്ച് പോയത് ശമ്പളം കിട്ടോ? VRS ശമ്പളം കിട്ടോ? ഇല്ല. കഴിഞ്ഞ ജനുവരിയിൽ വരെ വാങ്ങിച്ച 1.5 ലക്ഷം രൂപ. ഫെബ്രുവരി മാർച്ച് മുതൽ ഞാൻ വെറുതെ ഇരിക്കുക. വീട്ടിലിരുന്നപ്പോൾ പലരും പറഞ്ഞു, നിന്റെ തെരഞ്ഞെടുപ്പ് തെറ്റായി. ഞാൻ ഒരിക്കലും തെറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടിയ തുക കൊണ്ടുവന്ന് അന്യജാതിക്കാർക്ക്, കഷ്ടപ്പെട്ടവർക്ക് എല്ലാം ദാനകർമ്മം ചെയ്തു. സ്തോത്രം. അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും പറഞ്ഞു, നമുക്ക് കൊറോണ വന്നില്ല, പക്ഷേ SARS 2 രണ്ടാമത്തത് വന്നു. എൻ്റെ ഭാര്യയ്ക്ക് ആദ്യത്തെ അസുഖം വന്ന് മാറി. രണ്ടാമത് എനിക്ക് വന്നപ്പോൾ 2 കണ്ണും പുറത്തു വന്നു, തള്ളി. വീട്ടിനകത്തെല്ലാം പഞ്ചായത്തുകാരെ കൊണ്ട് ചുവപ്പ് കൊടിയങ്ങ് കെട്ടി. ഹല്ലേലൂയ. എൻ്റെ ഭാര്യയെ മാറ്റി, ഞാൻ ഒറ്റയ്ക്കായി. ഹല്ലേലൂയ. മരണം മുഖാമുഖമായി കണ്ടു. രണ്ടാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റാത്ത നിലവാരത്തിൽ അവിടെ പെട്ടുപോയി. സ്വന്തം മൂത്രം കുടിക്കേണ്ട അവസ്ഥയുണ്ടായി. സ്തോത്രം. ആ കണ്ണ് തള്ളി മരണം മുഖാമുഖമായി കിടക്കുമ്പോൾ അന്ന് രാത്രി ഞാൻ സ്വർഗത്തോട് പറഞ്ഞു, എന്നെ വിളിച്ചു വേർതിരിച്ച നീ ദൈവമേ, എൻ്റെ പ്രാണനെ എടുക്കുകയല്ല വേണ്ടത്, എനിക്ക് 100 വയസ്സ് വരെ ജീവിച്ച എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്ന് രാത്രി സ്വർഗം എനിക്കൊരു പാട്ട് തന്നു. ഹല്ലേലൂയ. നല്ല ഗായകനായ അനിലൂർ ആ പാട്ട് പാടിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അന്ന് രാത്രി ഹല്ലേലൂയ. പാപത്തിൻ ചേറ്റിൽ നിന്നും എന്നെ താങ്ങിയ പൊൻകരമേ, ശാശ്വതമാ പാറമേൽ എൻ്റെ കാലുകൾ ഉറപ്പിച്ചോനേ, കരുണയിൻ നായകനെ. ആ പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അന്ന് രാത്രി പാടി. പലരും എന്നെ മരിച്ചുവെന്ന് കണക്കാക്കി. പക്ഷേ അവിടെ നിന്ന് സ്വർഗം എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ ദേശങ്ങളും രാജ്യങ്ങളിലേക്കും. അങ്ങനെ 2000 ലോക്ക്ഡൗൺ കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞു. 1.5 വർഷക്കാലം 29 സംസ്ഥാനം, 6500 ഗ്രാമം, 3500 പട്ടണം, 2500 ചെറുപട്ടണം നടന്നുപോയി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ ഒരുക്കി. ഞാൻ ജനിച്ച നാട്ടിനകത്ത് എൻ്റെ യേശുവിന് വേണ്ടി ഞാൻ സഞ്ചരിക്കുവാൻ ഇടയായി. മ്യാൻമർ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്ന 4 രാജ്യങ്ങളടക്കം 1.5 വർഷം യേശുവിന് വേണ്ടി. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. വിളിക്കപ്പെട്ടവർ അനേകം, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ആ ചുരുക്കത്തിൽ നീയും ഞാൻ ഉണ്ടായിരിക്കണം. അനേകം പേരെ വിളിച്ചിട്ടുണ്ട്, അനേകം പേര് ബൈബിൾ കോളേജിൽ നിറങ്ങിയിട്ടുണ്ട്. 45 പ്രാവശ്യം ഈ വിശുദ്ധ ഗ്രന്ഥം. പാസ്റ്റർ പറഞ്ഞു, ഇതെടുത്ത് ഇത് വല്ല സീമാറ്റിയുടെ കവറിനകത്ത് കൊണ്ട് നടക്കേണ്ടതല്ല, ഏതെങ്കിലും ബാഗ് ഇത് തലയിൽ ചുമന്നോട് നടക്കണം. അല്ല, ഇത് ഉമ്മ കൊടുത്ത് വേണം എടുക്കാൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഞാൻ തീർന്നു പോയെന്ന് പലരും പറഞ്ഞു. ഇവനാരടാ BSN ജോലിയും കളഞ്ഞിട്ട് ഒരുത്തൻ സുവിശേഷ വേല ചെയ്യുന്നു. നിങ്ങൾക്കിത് വയറ്റിപ്പഴപ്പായിരിക്കും, എനിക്കിത് ജീവിതമാണ്. മലയാള മനോരമ പത്രത്തിനകത്ത് ഒരു കുടുംബം ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കേണ്ട സ്ഥലത്ത് ഇന്നേക്ക് 18 വർഷത്തിന് മുമ്പ് ഒരു പൊതുമൈതാനത്ത് വെച്ച് എന്നെ ദൈവം തൊട്ടു. ആ തൊട്ട ദൈവത്തെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ദൈവം എന്നോട് പറഞ്ഞു, എന്റെ ജീവ അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ 29 സ്റ്റേറ്റും താണ്ടി വീട്ടിൽ വരുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇനി എങ്ങോട്ടാ യാത്ര?
ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ചുരുക്കത്തിലാണോ? സ്വർഗം പറഞ്ഞ് നിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കും. കഴിഞ്ഞ മാസം ഇതേ സമയത്ത് ഞാൻ എവിടെയെന്നറിയാമോ? ലക്സംബർഗിലാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഓരോ ദേവദാസന്മാർ പോകാത്ത സ്ഥലത്ത് ഈ കാലും കൊണ്ട് സ്വർഗം എന്നെ കൊണ്ടുപോയി. ഫ്രാൻസിൽ, ഹല്ലേലൂയ, ബെൽജിയം, ഹല്ലേലൂയ, നെതർലൻഡ്സ്, സ്ലോവാനിയ, ലക്സംബർഗ്, ഹല്ലേലൂയ, അതുപോലെ സ്വിറ്റ്സർലൻഡ്, സ്വീഡൻ, ആസ്ട്രിയ, ഇറ്റലി, വത്തിക്കാൻ, അങ്ങനെ 10 രാജ്യത്തിനകത്ത് എന്നെ പരിശുദ്ധമാ കൊണ്ടുപോയി. പല സഭകളും അടഞ്ഞു കിടക്കുന്നു, പല സഭകളും കാസിനോ കളിക്കുന്നു, പലരും ബാറുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഒറ്റ സഭയ്ക്കകത്ത് ആളില്ല. കേരളത്തിലെ 14 ജില്ലയ്ക്കകത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 21 ദിവസം ഉപവാസം ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണർവെന്ന് പറഞ്ഞാലേ ഇറങ്ങുന്നതല്ല. ഞാൻ അതിന് വളരെ വ്യക്തമായിട്ട് പറയാം. പത്തനംതിട്ടയിൽ നല്ല വാഗവൃക്ഷമുണ്ട്. എത്രയോ അടി താഴ്ചയിലും എത്രയോ അടി ഉയരത്തിലും. അതിന്റെ ഏറ്റവും മുകളിലത്തെ ഏറ്റവും ചെറിയ ചില്ലയിൽ ഒരു ചെറിയ മീമൽ പക്ഷി വന്ന് ഇരിക്കുന്ന സമയത്ത് ആ ചില്ല ഒന്നിങ്ങനെ അനങ്ങും. ആ ചില്ല ഒന്ന് അനങ്ങുമ്പോൾ ഈ പക്ഷി വിചാരിക്കുന്നറിയാമോ? ഞാൻ ഇരുന്നത് കാണും ഈ വാഗവൃക്ഷം മുഴുവൻ അനങ്ങുകയാണെന്ന്. നിങ്ങൾ ഇവിടെ നിന്ന് ആരാധിക്കുമ്പോൾ ഇന്ത്യ മുഴുവനും കുലുങ്ങുന്നില്ല, നീ മാത്രമേ കുലുങ്ങത്തുള്ളൂ. ഈ പക്ഷി ഇങ്ങനെ ആടും ഇങ്ങനെ. അപ്പൊ പക്ഷി വിചാരിക്കുന്നറിയാമോ? ഞാൻ ഇരുന്നത് കൊണ്ടാണ് ഈ വൃക്ഷം മുഴുവനും കുലുങ്ങുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി നടക്കണം, ഇറങ്ങി അങ്ങോട്ട് വിശാലമായ സ്ഥലത്തോട്ട് പോകണം. പല സഭകളും വിൽക്കായിട്ടിരിക്കുക, ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിൽക്കായിട്ടിരിക്കുക. നമ്മൾ ഇവിടെ നിന്ന് ആരാധിച്ചാൽ പോരാ, രാജ്യത്ത് സുവിശേഷീകരണം നടക്കണം. പല രാജ്യത്തും തലമുറകൾ പെട്ടും പട്ടും കിടക്കുക. ചിലതൊക്കെ മയക്കുമരുന്നിന്, ചിലതൊക്കെ മദ്യത്തിന്, ചിലതൊക്കെ അനാരാജ്യത്തിന്. അതുകൊണ്ട് തിമത്യോസ് വളരെ വ്യക്തമായി പൗലോസ് തിമത്യോസിന് ലേഖനത്തിൽ പറഞ്ഞത്, അന്ത്യനാളിൽ ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. 45 പ്രാവശ്യം ബൈബിൾ വായിച്ചു, നെഞ്ചോട് ചേർത്ത് വിളിച്ചു. ആരല്ലേ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എനിക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ടൊരു പാട്ടും പാടി നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വാക്യം ഇവിടെ പറയേണ്ടത് അത്യാവശ്യമാണ്. ആ വാക്യം വായിച്ചിട്ട് 3 കാര്യം പറഞ്ഞ് പെട്ടെന്ന് നിർത്തിയാണ്. യോഹന്നാൻ 15:2 വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് 15:4. യോഹന്നാൻ 15:4. ജോൺ ചാപ്റ്റർ 15. ഇന്ന് പകൽക്കാലം എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും. ദൈവത്തിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എനിക്ക് വിവരിക്കാൻ സമയമില്ല, ചുരുക്കി നിർത്തുകയാണ്. ദൈവത്തിൽ വസിക്കുന്ന, എല്ലാ ഞായറാഴ്ചയും സഭയിൽ വന്നിട്ട് ടൈം കളഞ്ഞിട്ട് പോകുന്നവരായിട്ടല്ല, 24/7 യേശു ക്രിസ്തുവിൽ വസിക്കുന്ന, ആ കർത്താവിൽ വസിക്കുന്ന, ആ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിൽ പ്രകടമാകണം. അത് എന്നിൽ പ്രകടമാകുമ്പോൾ ഞാൻ സൊസൈറ്റിക്കകത്ത് ചെന്ന് നിൽക്കുമ്പോൾ എന്നെ കാണുന്ന ക്രിസ്തുവിനെ കാണും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തർക്കിക്കരുത്, കുറ്റം പറയരുത്, ആരുടെ കുറ്റം കേൾക്കരുത്. അത് നിന്റെ ആത്മീയ ജീവിതത്തെ എന്ത് ചെയ്യും? ക്യാൻസർ പോലെ തിന്നു മുടിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ ലൈവിൽ കേൾക്കുന്നവരുണ്ടോ? വിമർശിച്ചോ, നോ പ്രോബ്ലം. പക്ഷെ വചനത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം. ഇതാണ് ഞാൻ ഇന്ന് പാസ്റ്ററോട് പറഞ്ഞൊരു വാക്യം എടുക്കണം. അവിടെ ചെല്ലുമ്പോൾ അവിടെ ബാലരമയും അവിടെ ബാലമംഗളും മലയാള മനോരമ പത്രം കിട്ടിയെന്ന് ചോദിക്കത്തില്ല, പുസ്തകം കിട്ടിയിട്ടുണ്ടോ ചോദിക്കും. പുസ്തകം കിട്ടിയിട്ടുണ്ടോ ചോദിക്കും. ആ പുസ്തകം നിന്നെ ന്യായം വിധിക്കും. ഇത് നിന്നെ ഏൽപ്പിച്ച ഒരാളുണ്ട്, അവന്റെ മുമ്പിൽ നീ ബോധ്യപ്പെടുത്തിയാൽ മതി. ഇവിടുത്തെ 800 കോടി ജനത്തിന് മുമ്പിൽ നീ ആരും ബോധ്യപ്പെടുത്തണ്ട. നിന്റെ പ്രാർത്ഥന മുറി മുട്ടുമടക്കുമ്പോൾ സ്വർഗം നിന്റെ മുമ്പിൽ ഇറങ്ങി വരും. ഹല്ലേലൂയ. എന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. 2ാമത്തെ വാക്യം വായിച്ചോ, 15:7. സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് 15:7. മതി. എന്റെ വചനത്തിൽ വസിപ്പിൻ. ഈ 15-ാം അധ്യായം 400 പ്രാവശ്യം വായിച്ചവരെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് 3 കാര്യമുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. 18 വർഷം മുമ്പേ വചനം അറിയത്തില്ല, ഓരോ വാക്യം കാണാതെ വീട്ടിലിരുന്ന് എഴുതി പഠിച്ചതാ. രാത്രി 2 മണി 3 മണിയോ ആകുമ്പോഴത്തേക്കും ഓരോ വാക്യം 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതും. എന്നിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെക്കും. ഇന്ന് ഏകദേശം 10,000-15,000 വേർഡ്സ് ഇതിനകത്ത് സ്റ്റോറേജ് ആണ്. ഹല്ലേലൂയ. കാരണം ഇതിനകത്ത് വാക്യം സ്റ്റോറേജ് ആണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം എനിക്കറിയാം, ഞാൻ സ്ഥാനപ്പെട്ട ദിവസം എനിക്കറിയാം, എന്നെ യേശു വിളിച്ച് വേർതിരിച്ച ദിവസം എനിക്കറിയാം, എന്നെ ആദ്യമായി ഇടപെട്ട വാക്യം അറിയാം, ഞാൻ ആദ്യമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പറഞ്ഞ ഡേറ്റ് എനിക്കറിയാം. ഹല്ലേലൂയ. 2ാമത് പറഞ്ഞു, എന്റെ വചനത്തിൽ വസിപ്പിൻ, എന്നാൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും ഞാൻ അത് തരും. അടുത്ത വായിച്ചോ, 15:9 വായിച്ചോ. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഹല്ലേലൂയ. 1 ദൈവത്തിന്റെ വചനത്തിൽ വസിപ്പിൻ, ഒന്നിൽ വസിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളിൽ വസിക്കും. 2 അവന്റെ വചനത്തിൽ വസിപ്പിൻ, എന്നാൽ നിങ്ങൾ അപേക്ഷിക്കുന്നൊക്കെയും. 3 അവന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ഈ 3ലും ഒരു വാസം ഉണ്ടായിരിക്കണം. ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരു പാട്ടിന്റെ 2 വരി പാടാം. ഇന്ന് കൃപയാല് 10-14 രാജ്യങ്ങൾ താണ്ടിക്കഴിഞ്ഞു.
29 സംസ്ഥാനം താണ്ടി കഴിഞ്ഞു. ജോലി രാജിവെച്ച് പോയതൊരു നഷ്ടമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം പ്രതിഫലം തരുന്ന ദൈവം ഒരു ദിവസം വിളിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അടിയനിതാ എന്ന് പറയുവാൻ തക്ക നിലവാരത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വെറും 18 വർഷം കൊണ്ട് ഒരു ചേറ്റിൽ കിടന്ന ഒരു ചള്ളയിൽ കിടന്ന ഒരു പന്നിയായിരുന്ന എന്നെ ദൈവത്തിന് വിളിച്ച് വേർതിരിക്കാൻ പറ്റി. ഈ വചനം എനിക്ക് പരിപൂർണമായിട്ടും ഇവിടെ വെളിപ്പെടുത്തണം ആഗ്രഹമുണ്ടായി. പക്ഷേ എനിക്ക് പറ്റത്തില്ല, സമയം എൻ്റെ മുമ്പിൽ അധികമായിട്ടില്ല. അതുകൊണ്ട് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത് ചൈനയിൽ പോകാൻ ആഗ്രഹിക്കുന്നു. ചൈന, കോങ്കോം, മഡ്ഗാവ്, 3 രാജ്യങ്ങൾ, ശ്രീലങ്ക, ഇതെല്ലാ രാജ്യങ്ങളിലും എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ദൈവം പറയുന്നിടത്ത് പോകും, അറ്റ് എനി ടൈം, അറ്റ് എനി കോസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ എപ്പോഴും വഹിക്കണം. കാരണം ഭൂമിയിലെ വിശുദ്ധന്മാർ നമുക്ക് ശ്രേഷ്ഠന്മാരത്രേ. അവരെന്ത് ചെയ്താലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സഭയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ വയ്ക്കാം. ഹല്ലേലൂയ. കാത്തു കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കാത്തു കൃപയിൻ കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ. കലങ്ങി ഉള്ളം നീറും നേരം, കലങ്ങി ഉള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം, അരികിൽ വന്നേകി. മമമണാള നിൻ പ്രേമത്താലേ, മമമണാള നിൻ സ്നേഹത്താലേ നിറയുന്നേ എൻ ഉള്ളാമിന്നേരം, നിറയുന്നേ എൻ ഉള്ളാമിന്നേരം. എത്ര പേര് പാടും? മമമണാള നിൻ സ്നേഹത്താലേ, മമമണാള നിൻ പ്രേമത്താലേ നിറയുന്നേ എൻ ഉള്ളാമിന്നേരം, നിറയുന്നേ എൻ ഉള്ളാമിന്നേരം. നാൾ തോറും ഞങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്ന നല്ല കർത്താവേ, കിട്ടിയ സമയത്തിനകത്ത് നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുവാൻ സ്വർഗത്തിലെ അപ്പച്ചൻ എനിക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ദൂരെ നിന്ന് ഹല്ലേലൂയ റെസ്പെക്റ്റോടെ കാണുകയും ചെയ്യുന്ന എൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ ചെറിയാൻ പാസ്റ്ററിനെയും തൻ്റെ ഭാര്യ, മക്കൾ, തലമുറകൾ, മരുമക്കൾ, സഭയിലെ എൻ്റെ ഫാമിലിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി എന്ന് നമ്മൾ പറയും, പക്ഷെ അല്ല, ഭാഗ്യവശാൽ രൂത്ത് ബോവാസിന്റെ വയലിൽ വീണതുപോലെ ഇന്ന് ഈ സഭയ്ക്കകത്ത് ഞാൻ വന്നത് ഈ സഭയ്ക്കൊരു തിരുവായി മാറട്ടെ, ഈ സഭയ്ക്കൊരു അനുഗ്രഹമായി മാറട്ടെ, അഭിഷിക്തൻ ഒരു തിരുവായി മാറട്ടെ. താൻ പോകാത്ത ചില രാജ്യങ്ങളിലേക്ക്, താൻ ചെല്ലാത്ത ചില മേഖലകളിലേക്ക് സുവിശേഷത്തിന്റെ വിത്തുമായി പോകുവാൻ എന്റെ അഭിഷിക്തനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം ദേശത്ത് ലെബനോനിലെ ദേവദാരു പോലെ, കാട്ടുവത്തിന്റെ കൊമ്പനെ പോലെ തല ഉയർത്തി ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി സ്തോത്രം. ഈ മാസം 5-ാം മാസമാണ്, മന്ത് ഓഫ് ഗ്രേസ്. ആ ദൈവിക കൃപ ഓരോ വിശ്വാസികളുടെ മേലും അഭിഷിക്തന്മാർമേലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭൂമിയിലെ സകല വിശുദ്ധന്മാർക്കും, സകല ഭൂമിയിലെ ദൈവാരാധന നടത്തുന്ന സഭകൾക്കും അഭിഷിക്തന്മാർക്കും ഈ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അടിയന് തന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഇവരെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയോടും സമാധാനത്തോടും ഞങ്ങളെ ഓരോരുത്തരും പറഞ്ഞയക്കുന്നതിനായി സ്തോത്രം. എല്ലാ മകത്വം അർക്കപ്പെട്ട കുഞ്ഞാണ് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ.